ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദശമി വിളക്ക് ആഘോഷിച്ചു. വൃശ്ചികത്തിലെ വെളുത്തപക്ഷ ഏകാദശിയായ നാളെ ഗുരുവായൂർ ദേവസ്വം വക ഏകാദശി വിളക്ക് ആഘോഷിക്കും. ഗുരുവായൂരപ്പൻ സങ്കീർത്തന ട്രസ്റ്റിന്റെ വകയായി തിരുനാമാചാര്യൻ ആഞ്ഞം മാധവൻ നമ്പൂതിരിയുടെ പേരിലാണ് ദശമി വിളക്ക് ആഘോഷിച്ചത്. രാവിലെ വേദജപം, നാമജപം, സമ്പൂർണ്ണ നാരായണീയ പാരായണം, അന്നദാനം എന്നിവയുണ്ടായിരുന്നു. കാഴ്ചശീവേലിക്ക് തിരുവല്ല രാധാകൃഷ്ണന്റെ മേളം അകമ്പടിയായി. ഉച്ചതിരിഞ്ഞ് കാഴ്ചശീവേലിക്ക് ചോറ്റാനിക്കര വിജയന്മാരാരുടെ പഞ്ചവാദ്യവും സന്ധ്യയ്ക്ക് കല്ലൂർ രാമൻകുട്ടിമാരാരുടെ തായമ്പകയും ഉണ്ടായിരുന്നു. രാത്രി നെയ്വിളക്കുകളുടെ പ്രഭയിൽ ഇടയ്ക്ക നാഗസ്വര മേളത്തോടെ വിളക്കെഴുന്നള്ളിപ്പും നടന്നു. കൊമ്പൻ ശ്രീധരൻ സ്വർണ്ണക്കോലം എഴുന്നള്ളിച്ചു. നാളെ നടക്കുന്ന ഏകാദശിയോടെ ക്ഷേത്രത്തിൽ ഒരു മാസമായി നടന്നുവന്നിരുന്ന വിളക്കാഘോഷങ്ങൾക്ക് സമാപനമാകും. ഒരു മാസത്തെ ഇടവേളയ്ക്ക് ശേഷം ഉദയാസ്തമന പൂജയോടെയാണ് ഏകാദശി വിളക്ക് നടക്കുന്നത്. രാവിലെ പഞ്ചവാദ്യത്തിന്റെ അകമ്പടിയോടെ പാർത്ഥസാരഥി ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളിപ്പുണ്ടാകും. സന്ധ്യയ്ക്ക് നാമജപ ഘോഷയാത്രയും തിരിച്ച് രഥമെഴുന്നള്ളിപ്പും നടക്കും. ഏകാദശി വ്രതം നോറ്റെത്തുന്ന ഭക്തർക്ക് ദേവസ്വം പ്രസാദഊട്ടും നൽകും. ഏകാദശി വ്രത പൂർണ്ണതയ്ക്കായി ചൊവ്വാഴ്ച ദ്വാദശിപ്പണ സമർപ്പണം ഉണ്ടാകും. ബുധനാഴ്ച നടക്കുന്ന ത്രയോദശി ഊട്ടോടെ ഏകാദശി ചടങ്ങുകൾക്ക് സമാപനമാകും.